ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് 4. ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്താ വെച്ചാല് ഹനാൻഷാന്റെ ഉമ്മ ഉണ്ടാക്കലുണ്ട് ഒരു സ്പെഷ്യൽ ചോറ്. ഓനൊരു ഇന്റർവ്യൂ ഉണ്ട് സാദി മസ്തിന്റെ. അപ്പൊ ആ ഇന്റർവ്യൂല് ഡ്രെഡ് പറയുന്നുണ്ട് ഉമ്മച്ചിന്റെ ഒരു സ്പെഷ്യൽ ചോറ് പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ ഇവിടുത്തെ എന്റെ ഉമ്മച്ചി, അതായത് എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ ആദ്യമേ ഉണ്ടാക്കുന്ന ഒരു ചോറാണ് അത്. അപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ പാത്രത്തിൽ തട്ടുന്നൊക്കെ കാണുമല്ലോ ഓരോ വ്ളോഗ് മുടങ്ങാതെ കാണുന്ന ആളാണ് ഞാനും മക്കളൊക്കെ. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഞങ്ങൾ പറയും നമ്മള് വെക്കണ ചോറന്നല്ലേ അങ്ങനെ പറയട്ടോ. അപ്പൊ ആ സ്പെഷ്യൽ ചോറിന്റെ റെസിപ്പിയാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ വെക്കണ അതേപോലെയാണോ ഉമ്മച്ചി വെക്കണമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ആ ഒരു ചോറാണ് ഇന്ന് വെക്കാൻ പോണത് കേട്ടോ. അതിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, തക്കാളി, ഒരു പച്ചമുളക്, സവാള, പിന്നെ മല്ലിയില, പുതിനയില, കറിവേപ്പില, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി. ഞാൻ കുറച്ച് വെക്കണുള്ളൂ, ഒരു കപ്പ് വെക്കണുള്ളൂ കേട്ടോ. അപ്പൊ മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിനാണ്, ചിലപ്പോൾ ഇനി ഉപ്പിടേണ്ടി വരും, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അരിയും ചിക്കനും കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിക്ക് എല്ലാ സാധനങ്ങളും അതിക്ക് ഇടാണ് കേട്ടോ. അപ്പൊ എല്ലാ സാധനങ്ങളും അതിക്ക് ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് കുറച്ച് തൈര്, പിന്നെ സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇത്രയും സാധനങ്ങളുള്ളതിക്ക് വേണ്ടിയത് കേട്ടോ. ഇനി ഒരു കപ്പ് വെള്ളമാണുള്ളത്, ഒരു കപ്പ് അരിയാണുള്ളത്. അപ്പൊ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചാണ്ടാണ് ഈ ചോറ് വെക്കുക കേട്ടോ. അത് 2 വിസിലടിച്ചാല് ചോറ് റെഡിയാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് കുറച്ച് കുറവാട്ടോ. അപ്പൊ ഉപ്പ് കുറച്ചും കൂടി ഇട്ടു. നമുക്ക് കുക്കർ അടച്ചുകൊണ്ട് അടുപ്പത്ത് വെക്കാട്ടോ. അപ്പൊ ഞാൻ അത് വേവട്ടെ, വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചോറ് കണ്ടില്ലേ, നല്ല വെള്ളവും വേവൊക്കെ പാകമായിട്ട് നല്ല പാകത്തിലുള്ള വെള്ളം വേവൊക്കെ ആയി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചോറുക്കുള്ള കോംബോ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ചട്ടിനിയാണ് കേട്ടോ. ഇത് തക്കാളി, ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, പിന്നെ മല്ലിയില, 2 അല്ലി വെളുത്തുള്ളി, ഉപ്പ്, ഒരു പച്ചമുളക്. ഇത് കൂട്ടിങ്ങാണ്ട് മിക്സിയിൽ അരച്ച ഒരു അരപ്പാണിത്. ഇത് കൂട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് ആണ് ആ ചോറിന് കേട്ടോ. നമുക്ക് എത്ര തിന്നാലും മതിയാവാത്തൊരു ചോറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോന്റെ അഭിപ്രായങ്ങൾ എല്ലാവരും പറയാം. പിന്നെ ഹനാൻഷാന്റെ ഉമ്മച്ചി വെച്ച ചോറ് പറഞ്ഞാണ്ട് ഇങ്ങനെയൊന്നും അവരായിട്ട് ചിലപ്പോൾ ഓര് വെക്കണത്. ഞങ്ങള് ഇവിടെ ഉമ്മ ഇന്നെ പഠിപ്പിച്ചു തന്ന ചോറാണിത്. അപ്പൊ ഉമ്മ വെക്കണ പോലെയാണ് ഞാൻ വെക്കുന്നത്. ഹനാൻഷാന്റെ ഉമ്മച്ചി എങ്ങനെയാ വെക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാല് ഏകദേശം കണ്ടാലൊക്കെ ഒരേപോലെയാണ് തോന്നല്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയും നമ്മൾ വെക്കണ ചോറ് അങ്ങനെ പറയും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് കൊണ്ട് ഇത് ഉയർന്നു പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. പാട്ട് പാടുന്ന പോലെ അല്ല വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയൂല. എന്നാൽ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, എന്നും പാട്ട് പാടണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും.